അപ്പോൾ ഇതൊരു സിപ്പിൻ്റെ ട്വിറ്റർ കാണുന്നില്ല ഇവിടെ. അപ്പോൾ ഇതെന്തിനാണ് എടുത്തതെന്ന് വെച്ചാൽ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് പെട്ടെന്ന് ഒറ്റ വീഡിയോ കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്നാലും ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തൊരു ഷോർട്ട് വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഒരു ചെറിയ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ആയിരിക്കും ഈ വീഡിയോ. അതായത് ഈ വീഡിയോ വരുന്ന ഒരു പ്രശ്നം കാണിച്ചുതരാം. ഒന്നുകിൽ ക്ലാരിറ്റി ഇല്ലായ്മ, ബേസ് കുറവ്, അല്ലെങ്കിൽ ബേസ് കൂടുതൽ, ട്രിബിൾ കുറവ്, ട്രിബിൾ കൂടുതൽ, അങ്ങനെയൊക്കെ വരുന്ന ആ ഒരു കംപ്ലയിൻറ്റ് അതൊരു കംപ്ലയിൻ്റ് അല്ല, അത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ തന്നെ മാച്ചിങ്ങിൽ വരുന്ന പ്രശ്നമാണ്. അപ്പോൾ ആ മാച്ചിങ് അവിടെ പ്രശ്നം വരിക എന്ന് വെച്ചാൽ ഫ്രീക്വൻസി റേഞ്ചിലല്ല. പേ വൂഫറും ഈ മിഡ് റേഞ്ചും ഇതിന് വേണ്ട ട്വിറ്ററും നിങ്ങൾ ഉപയോഗിക്കുമോ ആ ട്വിറ്റർ എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ക്രോസ് ഓവറൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ടാവും. പക്ഷേ ഇതെല്ലാം എടുക്കുന്നത് ഫ്രീക്വൻസി റെസ്പോൺസ് നോക്കിയിട്ടാണ്, ഇതിൻ്റെ സെൻസിറ്റിവിറ്റി നോക്കിയിട്ടല്ല. അപ്പോൾ സെൻസിറ്റിവിറ്റി എവിടെയാണ് മാറുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ 91 dB ആണ് ഈ സ്പീക്കറിൻ്റെ സെൻസിറ്റിവിറ്റി എന്ന് വിചാരിക്കുക. അതാണ് ഇതിൻ്റെ മെയിൻ ഡ്രൈവർ. അടുത്തത് നിങ്ങൾ എടുക്കുന്ന മിഡ് റേഞ്ച്, പക്ഷേ സെൻസിറ്റിവിറ്റി ഡ്രോപ്പ് ആക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ കയറിയിട്ടുണ്ടാവും. ഒന്നുകിൽ 93 dB അല്ലെങ്കിൽ 83 dBയിലേക്ക് പോയിട്ടുണ്ടാവാം. ട്യൂട്ടറിലേക്ക് വരുന്നതും അതേപോലെ തന്നെ ആ dB വ്യത്യാസം വന്നിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ വരിക? ഇത് വർക്ക് ചെയ്യുന്നത് 91 dB, ഇത് വർക്ക് ചെയ്യുന്നത് 89 dB, ഇത് വർക്ക് ചെയ്യുന്നത് 103 dB. ഇതിൻ്റെ അകത്ത് ഹൈ കയറി നിൽക്കും. ഇത് യാതൊരു വിധത്തിലും നമുക്ക് ആ ലോ എക്സ്പീരിയൻസ് കിട്ടില്ല. അപ്പോൾ ആ ഒരു മാച്ചിങ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അതിനെപ്പറ്റി വളരെ ശ്രദ്ധിക്കാതെ ഒരിക്കലും സ്പീക്കേഴ്സ് വാങ്ങും. അപ്പോൾ കണ്ടില്ലേ, അതായത് അതിൽ പറഞ്ഞത് ചിലർക്ക് മനസ്സിലായിട്ടില്ല. ഇത് മനസ്സിലായിട്ടില്ല എന്നുള്ള നിലക്കുള്ള സംശയങ്ങളാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് സിപ്പിൻ്റെ ഒരു 100 watts ടൈപ്പ് ഡോം ട്യൂട്ടറാണ്. അപ്പോൾ മോഡൽ ഞാൻ കാണിച്ചു തരാം ഏതാണ്. അതായത് നോക്കിയാൽ നല്ല സൂപ്പർ സാധനമാണ്. ഇതുവരെ ഉപയോഗിച്ച സിപ്പുകളിൽ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് കിട്ടിയ ഒരു ബുള്ളറ്റ് ട്യൂട്ടർ എന്നൊക്കെ നമുക്ക് പറയാം. അതായത് ഹൈ ഫ്രീക്വൻസി നല്ല രീതിയിൽ ഇതിൽ നിന്ന് കിട്ടും. അതിന് കാരണമുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കുക. അതായത് ZDT05 എന്നാണ് മോഡൽ നമ്പർ. നോമിനൽ ഇംപെഡൻസ് 8 ohms ഒക്കെ, പവർ വാട്ട്സ് 100 watts മാക്സിമം. അതിൻ്റെ അടിയിലുള്ളതാണ് സെൻസിറ്റിവിറ്റി 102 dB. ഇതിൽ ഈ പറഞ്ഞ കാര്യം ഇതിൽ ശരിയാണെങ്കിൽ ഇതിൻ്റെ സെൻസിറ്റിവിറ്റി 102 dB ഉണ്ടാവും. അപ്പോൾ ഈ 102 dB എന്ന് പറയുന്നത് 102 dB അറ്റ് 1 watt അറ്റ് 1 meter. 1 മീറ്റർ ദൂരത്തിൽ 1 വാട്ട് കൊടുക്കുമ്പോൾ അവിടെ 102 dB സൗണ്ട് പ്രഷർ ലെവൽ എക്സ്പീരിയൻസ് ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ആ 102 dB സെൻസിറ്റിവിറ്റി എന്ന് കൊടുത്തിട്ടുള്ളത്. ആ പറഞ്ഞ സെൻസിറ്റിവിറ്റി മാറ്റർ ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഒരു 2-way അല്ലെങ്കിൽ 3-way ഉണ്ടാക്കുമ്പോൾ അതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ പലരും ഇപ്പോൾ ഒരു സ്പീക്കർ സിസ്റ്റം അസംബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇതിൽ ബാസ് ഇല്ല അല്ലെങ്കിൽ ഇതിൽ ട്രബിൾ ഇല്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവലുണ്ട്. അതായത് ഇപ്പോൾ ട്രബിൾ വല്ലാതെ കൂട്ടേണ്ടി വരും, ബൂസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ബാസിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ബൂസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ സബ് ഓഫർ ആഡ് ചെയ്യേണ്ടി വരും. ഇതിൽ നിന്ന് ബാസ് കിട്ടാത്ത അവസ്ഥ, ചിലപ്പം ബാസ് കൂടുതലുള്ള അവസ്ഥ. ഇനിയിപ്പോൾ 3-way സ്പീക്കർ ആണെങ്കിൽ മിഡ് കയറി നിൽക്കും അല്ലെങ്കിൽ മിഡ് കുറഞ്ഞ് നിൽക്കും. ഇതിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ഫ്രീക്വൻസി സ്പെക്ട്രത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം അകത്തോട്ടോ പുറത്തോട്ടോ തള്ളി നിൽക്കും. അപ്പോൾ അതാണ് ഈ DB സെറ്റ് ചെയ്യാതെ കറക്റ്റ് ആക്കാതെ സ്പീക്കർ സിസ്റ്റം ചെയ്താലുള്ള അവസ്ഥ. സ്പീക്കർ സിസ്റ്റം മീൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ കാണിച്ചതാണ് സ്പീക്കർ സിസ്റ്റം. ഇപ്പോൾ മറ്റൊരു ട്വിറ്റർ കാണിക്കാം. പിയർലെസ് എന്ന കമ്പനിയുടെ ട്വിറ്ററാണ്. അതായത് പ്രോഡക്റ്റ് നമ്പർ പറയുന്നത് BC25DG1504 എന്നാണ്. ഡിസ്ക്രിപ്ഷൻ പറയുന്നത് 3.7 ohms 50 watt അറ്റ് 89 dB. ഇത് 102 dB, ഇത് 89 dB. അടുത്തൊരു എക്സാമ്പിൾ കൂടി കാണിച്ചു തരാം. ഒരു 4 ohms 150 watts ടൈപ്പ് ഒരു വില കുറഞ്ഞ ടൈപ്പ് ട്വിറ്ററാണ്. നേരത്തെ കാണിച്ചത് ഹൈ വില ഉള്ളതാണ്, അതിൻ്റെ നേരെ താഴെ വില കുറവുള്ളതാണ്. ഈ സിപ്പിൻ്റെത് അതിൻ്റെയും വില കുറഞ്ഞ സാധനമാണ്. ഈ 300 രൂപ വില കാണിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ സെൻസിറ്റിവിറ്റി കറക്റ്റ് ആണെങ്കിൽ, ഇവിടെ റേറ്റിംഗ് കൊടുത്ത് കറക്റ്റ് ആണെങ്കിൽ ഇതിൽ കാണിച്ചിരിക്കുന്നത് 97 dB. അതായത് മുൻപ് കാണിച്ച 3 ട്വിറ്ററുകളും തമ്മിൽ 3 തരം സെൻസിറ്റിവിറ്റിയാണ് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ 3 തരം സെൻസിറ്റിവിറ്റി ഉള്ള സ്പീക്കേഴ്സ് എടുക്കുമ്പോൾ ട്വിറ്റേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിലേക്ക് വരുന്ന മറ്റ് ഡ്രൈവേഴ്സും അതേ സെൻസിറ്റിവിറ്റി മാച്ച് ചെയ്യണം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ വരുന്ന ഒരു അവസ്ഥയാണ് മുൻപ് പറഞ്ഞ ആ ഏതെങ്കിലും ഒരു സൗണ്ട് സ്പെക്ട്രത്തിൽ, അതായത് ആ ഫ്രീക്വൻസി സ്പെക്ട്രത്തിൽ ഏതെങ്കിലും ഒന്ന് 20 to 20 kHz ഏതെങ്കിലും ഒരു വശം അകത്തോട്ടോ പുറത്തോട്ടോ ആയിരിക്കും. അതായത് മിക്കവാറും ഏറ്റവും കൂടുതൽ DB ഉള്ളത് നമ്മൾ മുമ്പിൽ കേൾക്കുക മീൻസ് അത് മുമ്പിലെത്തല്ല. അതാണ് ആദ്യം കൂടുതൽ ലൗഡ്നെസ് ആ ഒരു പെർട്ടിക്കുലർ വാട്ട്സിൽ തരിക. ഒരു 3 dB ഇൻക്രീസ് ഇപ്പോൾ മൊത്തം DB ലെവലിൽ ഇപ്പോൾ 97 dB ഇപ്പോൾ ഒരു 3 dB ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ 100 dB. അപ്പോൾ 3 dB ഇൻക്രീസിന് നമുക്ക് വേണ്ടത് ഡബിൾ വാട്ട്സാണ്. അതായത് ഇപ്പോൾ 50 watts കൊടുക്കുന്നിടത്ത് 100 watts കൊടുക്കുമ്പോൾ നമുക്ക് 3 dB അവിടെ ഇൻക്രീസ് വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ലെവൽ നോക്കുമ്പോൾ അത് പറയാനുള്ളത് ഒരു വലിയൊരു സംഭവമാണ്.
അപ്പോൾ ഇതിപ്പോൾ സെൻസിറ്റിവിറ്റി ബേസിൽ നോക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് വാട്ട്സ് നോക്കാതെ നമ്മളിപ്പോൾ നിലവിലുള്ള വാട്ട്സിൽ നിന്ന് സെൻസിറ്റിവിറ്റി ബേസിൽ നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇതൊരു 50 ഹെർട്സോ 50 വാട്ട്സോ 100 വാട്ട്സോ സ്പീക്കർ സിസ്റ്റം സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇത് സെൻസിറ്റിവിറ്റി ബേസിലാണ് സെലക്ട് ചെയ്യേണ്ടത്. വാട്ട്സ്, ഓംസ്, സെൻസിറ്റിവിറ്റി. ആ കുഴപ്പമായി എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? ഇത് പറഞ്ഞു വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പെട്ടെന്ന് മനസ്സിലാവില്ല എന്ന്. വരയ്ക്കുന്നതിനാടും ഇതായിരിക്കും കൂടുതൽ നല്ലതെന്ന് തോന്നുന്നു. അതായത് ഇതിപ്പോൾ 1 മീറ്റർ കാണാം നമുക്കിതിൽ. ഈ കാണുന്നത് ഇപ്പോൾ ഒരു 1 മീറ്ററാണ്. ഈ 1 മീറ്റർ അതായത് നമ്മളെ ട്വിറ്ററിൻ്റെ പൊസിഷൻ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ വരെ ഈ 1 മീറ്റർ പൊസിഷനിൽ നമ്മളിപ്പോൾ ലിസണർ നമ്മളെ ഒരു ഇപ്പോൾ മൈക്കാണ് സെറ്റ് ചെയ്ത് നമ്മൾ ടെസ്റ്റിന് അങ്ങനെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സൗണ്ട് പ്രഷർ ലെവൽ, ആ ലെവൽ ഈ ട്വിറ്ററിൻ്റെത് ഇപ്പോൾ 102 dBയിൽ ഇവിടെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അടുത്ത മിഡ് റേഞ്ച് വെച്ചത് 102 dBയിൽ അല്ലെങ്കിൽ അത് ആ സൗണ്ട് പ്രഷർ ലെവൽ ഇവിടെ അല്ല എക്സ്പീരിയൻസ് ചെയ്യുക, നമുക്കത് കുറച്ച് ഇങ്ങോട്ട് അതായത് 92 dB സ്പേസിലാണ് എക്സ്പീരിയൻസ് ചെയ്യുക. നമ്മൾ അതേസമയം അതിൻ്റെ കൂടെ എടുത്തിട്ടുള്ള ബേസ് ഡ്രൈവർ മൂന്നാമത്തത് എടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒരു 88 dBയിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് ഇതിൽ നിന്നും കുറഞ്ഞ ഈ ഒരു ഏരിയയിലാണ് ആ ഒരു സൗണ്ട് പ്രഷർ ലെവൽ എക്സ്പീരിയൻസ് ചെയ്യുക. അതായത് 3 സ്റ്റെപ്പ് ലെവലിൽ സൗണ്ടിനെ ഇങ്ങനെ ഒരു പ്രത്യേകമായ ഒരു എക്സ്പീരിയൻസിലാണ് നമ്മൾക്ക് അവിടെ ഔട്ട്പുട്ട് കിട്ടുക. അതായത് നമ്മൾ സൗണ്ട് പ്രഷർ ലെവൽ ബേസിൽ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുക. അപ്പോൾ അതാണ് ആ ഫ്രീക്വൻസീൻ്റെ സെൻസിറ്റിവിറ്റിയുടെ ആ ഒരു പ്രശ്നം വരുന്നത്. അത് അധികം ആളുകളും സെൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യാതെ വാട്ട്സ് ആൻഡ് ഓംസ് നോക്കി മാത്രമേ എടുക്കാറുള്ളൂ. ഇപ്പോൾ ഇത് സെറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ അതും കൂടി സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. മനസ്സിലായിട്ടില്ല എന്നുള്ളത് എനിക്ക് ഏകദേശം മനസ്സിലായി. മനസ്സിലായവർ അത് മനസ്സിലായി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. മനസ്സിലായില്ലെങ്കിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മാത്സ് തന്നെ ചെയ്യേണ്ടി വരും എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റ് ലെവലിൽ നമ്മളിപ്പോൾ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലേ, എന്താണ് ഞാനിപ്പോൾ പറഞ്ഞത് ക്ലിയർ ആയോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഈ സെൻസിറ്റിവിറ്റി ബേസ്ഡ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിലാണ്.